മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ബയോകെമിസ്ട്രി ഉപയോഗിച്ച് ഈശ്വരനെ വിവരിക്കുന്നത് ഇനിയും തുടരുമെന്ന്. എന്നൊരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. ശരിക്ക് 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളാണ് ലോകത്തിലുള്ളത്. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 1.2 ബില്യൺ ടൈപ്പ് ഓഫ് ആനിമൽസ്. ഈ ജന്തുക്കൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ബീജം, അതായത് ആൺജന്തുവിൻ്റെ, പുരുഷ മൃഗത്തിൻ്റെ ടെസ്റ്റിക്കിൾസ് ഉണ്ടാക്കുന്ന ബീജം, അത് സ്ത്രീയുടെ അണ്ഡാശയത്തിലേക്ക്, ഗർഭാശയത്തിൽ ഉണ്ടാക്കുന്ന അണ്ഡവുമായിട്ട് ചേരണം. ഒരു സ്ത്രീയിൽ അണ്ഡം മാത്രം ഉണ്ടെങ്കിൽ അതിന് പ്രജയുണ്ടാക്കാൻ സാധിക്കില്ല. പുരുഷൻ്റെ സ്പേം ബീജം മാത്രം ഉണ്ടെങ്കിലും ഒരിക്കലും അത് ഒരു ശിശുവായി വളരില്ല. ഈ ബീജം അണ്ഡത്തിലേക്ക് ചേരണമെങ്കിൽ ആണും പെണ്ണും തമ്മിൽ ചേരണം. ആണും പെണ്ണും തമ്മിൽ ചേരണമെങ്കിൽ ആണിനും പെണ്ണിനും തമ്മിൽ ചേരണമെന്ന തോന്നലുണ്ടാവണം. തോന്നലുണ്ടായാലേ അവ തമ്മിൽ ചേരുള്ളൂ. അവ തമ്മിൽ ചേർന്ന് ഇന്റർകോഴ്സ് നടത്തണം. ഒരു പെൺമൃഗത്തിനും ആൺമൃഗത്തിനും ഇന്റർകോഴ്സ് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കില്ല. ആരും പറഞ്ഞു കൊടുത്തിട്ടും ഇല്ല. അതിന് പ്രായമാകുമ്പോൾ അതിൻ്റെ ശരീരഘടനകൾ കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും. പ്രായമാകുന്ന മൃഗം, മനുഷ്യനുൾപ്പെടെ പ്രായമാകുമ്പോൾ ആണിന് ആണിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, പെണ്ണിന് പെണ്ണിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാരാ വരുത്തുന്നത്? 5 വയസ്സായ പെൺകുട്ടിയുടെ ശരീരമല്ല 10 വയസ്സായ പെൺകുട്ടിയുടേത്, അതല്ല 15 വയസ്സായ പെൺകുട്ടിയുടേത്, അതല്ല 20, 25, 30 വയസ്സായ പെൺകുട്ടിയുടേത്. അതേപോലെ പുരുഷൻ്റേതും 5, 10, 15, 20 വയസ്സാവുമ്പോൾ ഈ പുരുഷൻ്റെ ശരീരപ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. ആരായി മാറ്റം വരുത്തുന്നത്? ആ മാറ്റം വരുത്താനുള്ള എല്ലാ സിസ്റ്റവും അതിനകത്ത് വെച്ചിരിക്കുന്നത് ആരാണ്? ആ പുരുഷനിൽ ആൻഡ്രോസ്റ്റിറോണും പുരുഷ ഹോർമോണുകളും ഉണ്ടാവുന്നു. മറ്റേതിൽ പ്രൊജസ്റ്ററോണും സ്ത്രീ ഹോർമോണുകളും ഉണ്ടാവുന്നു. ഹോർമോൺ എന്ന് വെച്ചാൽ വളരെ വലിയ മോളിക്യൂളുകളാണ്. ആ മോളിക്യൂളുകൾ ഓരോന്നും ചേർന്ന് ആറ്റങ്ങൾ ചേർന്ന്, റാഡിക്കൽസ് ചേർന്ന് മോളിക്യൂളായി മാറുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിച്ച ഇഡ്ഡലിയും സാമ്പാറും, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ മോളിക്യൂളുകൾ എടുത്ത് ആ മോളിക്യൂളിനെ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അതിലാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അതിനെ ഹോർമോണുകളാക്കി മാറ്റി, ആ ഹോർമോണുകൾ ആവശ്യത്തിന് ബ്ലഡിലേക്ക് വരണം. ബ്ലഡിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള വികാരമുണ്ടാവും. ഹോർമോൺ എന്ന മെറ്റീരിയൽ വികാരം എന്നുള്ള പ്രതിഭാസമായിട്ട് മാറുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. പുരുഷന് പുരുഷൻ്റേതായിട്ടുള്ള ആൻഡ്രോസ്റ്റിറോണും ആൻഡ്രോജൻ ഹോർമോണുകൾ ഉണ്ടാവുമ്പോൾ പുരുഷന് പുരുഷൻ്റേതായിട്ടുള്ള സെക്ഷുവൽ വികാരങ്ങൾ ഉണ്ടാവും. ഈ ഹോർമോണുകൾ ആ വികാരം അയാളിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. ഈ വികാരങ്ങൾ രണ്ടുപേരിലും ഉണ്ടാകുമ്പോൾ ഇന്റർകോഴ്സ് നടത്തി പുരുഷൻ്റെ ടെസ്റ്റിക്കിൾസ് ഉണ്ടാക്കുന്ന ബീജം സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് പോകും. ആ ഗർഭാശയത്തിലേക്ക് പോകുന്ന സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്യുന്ന സെമൻ, ആ സെമനിലുള്ള മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്പേം, അത് ഏതാണ്ട് വളരെ സ്പീഡിൽ ഇങ്ങനെ സ്വിം ചെയ്ത് അണ്ഡം അന്വേഷിച്ചു പോകും. ഓർമ്മിക്കുക, ആ സ്പേമിന് കണ്ണുകളില്ല. ആ സ്പേം ഏതാണ്ട് തവളക്കുഞ്ഞു മാതിരി ഇരിക്കും. ആ സ്പേം എങ്ങനെയാണ് അണ്ഡം വരെ എത്തുക?
അണ്ടത്തിന് അതിന് കാണാൻ സാധിക്കില്ല, സ്പേമിന് കണ്ണുകളില്ല. അപ്പം ഏത് ശക്തിയാണ് അനവധി സ്പേമുകളെ ഈ അണ്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്? അതിൽ മില്യൺസ് ഓഫ് സ്പേമുകളുള്ളിൽ ഒരു സ്പേമാണ് ഒരു അണ്ടവുമായിട്ട് ചേരുന്നത്. ചേർന്ന ഉടനെ ആ സ്പേമിൻ്റെ നീന്താൻ ഉപയോഗിച്ച വാല് അത് മുറിച്ച് കളയും. അതെങ്ങനെയാണ് മുറിച്ച് കളയുക? എന്നിട്ട് ആ സ്പേം ആ അണ്ടവുമായി ചേർന്ന് സൈഗോട്ട് എംബ്രിയോ ഉണ്ടാവും. ആ എംബ്രിയോ ഏതാണ്ട് ഒരു കടുകിൻ്റെ 100% ഉണ്ടാവുള്ളൂ, അത്ര ചെറുതാണ്. ആ എംബ്രിയോക്കകത്ത് എല്ലാ സന്ദേശങ്ങളുണ്ട്. ഏത് സന്ദേശങ്ങൾ? എങ്ങനെ എംബ്രിയോ എന്ന ഒരു സെല്ല് 2 സെല്ലാവണം, 4, 8, 16, 32 സെല്ലുകളാവണം, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ സെല്ലുകൾ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് അതിലെ ഒരു സെല്ല് 2 കണ്ണുകളിലേക്ക് മാറാൻ പുറപ്പെടും. വേറൊരു സെല്ല് മൂക്കാവും, വേറെ സെല്ലുകൾ ചെവികളാവും, വേറെ ഒരു സെല്ല് തലച്ചോറാവും. അത് കഴിഞ്ഞാൽ ഒരു സെല്ലായിരിക്കും ഹാർട്ടായി മാറുക, ഒരു സെല്ല് പോയിട്ട് ശ്വാസകോശങ്ങളായി മാറും. എങ്ങനെയാണ് ഈ സെല്ല് ഹാർട്ടായി മാറുന്നത്? വെറുതെ ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഒരു സെല്ല് സ്പ്ലിറ്റായി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി മാറുന്ന പ്രതിഭാസം ചിന്തിച്ചു നോക്കാം. അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലായാലും മൃഗങ്ങളുടെ ഗർഭത്തിലായാലും ഇരിക്കുന്ന ആ സെല്ല് അത് സ്പ്ലിറ്റായി വരുമ്പോൾ മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലിരിക്കുന്ന സെല്ല് മനുഷ്യരൂപത്തിൽ വേണമായി തീരാൻ സ്ത്രീ ആനയുടെ ഗർഭത്തിലിരിക്കുന്ന പിടിയാനയുടെ ഗർഭത്തിലിരിക്കുന്ന എംബ്രിയോ ഒരു സെല്ല് ആനയുടെ രൂപത്തിൽ അത് വളർന്നു വരണം. ജിറാഫിൻ്റെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ സീബ്രയുടെ അല്ലെങ്കിൽ ആമയുടെ അതല്ലെങ്കിൽ തവളയുടെ അല്ലെങ്കിൽ പാമ്പിൻ്റെ, പട്ടിയുടെ, പൂച്ചയുടെ, മുയലിൻ്റെ ഗർഭത്തിലിരിക്കുന്ന എംബ്രിയോ ആ മൃഗത്തിൻ്റെ രൂപത്തിലേക്ക് പരിണമിക്കണം. മണിക്കൂറുകളോളം പറയാനുണ്ട്, എങ്കിലും മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്നു. ആ പരിണാമത്തിൽ അമ്മയുടെ അച്ഛൻ്റെ അതേ ആകൃതിയിലുള്ളൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിൻ്റെ ശരീരത്തിനകത്ത് മനുഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 22 അടി നീളമുള്ള കുടലാണ്. ആ കുടല് ശരീരഭാഗത്തോട് ചേർന്നല്ല ഇരിക്കുന്നത്, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുടലിനോട് ചേർന്ന അനവധി രക്തക്കുഴലുകൾ, ആ രക്തക്കുഴലുകളെല്ലാം ചെന്ന് പമ്പ് ചെയ്യുന്ന ഹാർട്ട്, ആ കുഴലുകളൊക്കെ എങ്ങനെയുണ്ടായെന്ന് ചിന്തിച്ചു നോക്കാം. അതിൽ വെയിൻസ്, അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകൾ വെയിൻസ്, ശുദ്ധരക്തം വഹിക്കുന്നത് ആർട്ടറി, ശുദ്ധരക്തത്തിനെ കൊണ്ടുപോകാൻ അയോർട്ട ഉൾപ്പെടെയുള്ള ആർട്ടറിയിലൂടെ അശുദ്ധ രക്തങ്ങളെ മറ്റ് ഭാഗത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള തോടുകൾ, ഇത് വെയിനായിട്ട് വരുന്നു. ഈ രക്തക്കുഴലുകളെല്ലാം ഒരു സെല്ല് അമ്മയുടെ ഗർഭത്തിൽ ആ എംബ്രിയോ ആയതിൽ നിന്നുണ്ടായ രക്തക്കുഴലുകളാണ്. ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ ദൂരം നമ്മുടെ രക്തം സഞ്ചരിക്കാനുള്ള രക്തം എന്ന ലിക്വിഡ്, ആ രക്തത്തിൽ പ്ലാസ്മ, അല്ല റെഡ് ബ്ലഡ് കോർപ്പസൽസ്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, പിന്നെ മറ്റു പലതും ചേർത്ത് ജീവനില്ലാത്ത രക്തം, ജീവനില്ലാത്ത പോഷകാംശത്തെ ജീവനുള്ള സെല്ലിലേക്ക് എത്തിച്ച് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. ആ ശരീരത്തിൻ്റെ ചുവടറ്റം മുതൽക്ക് മുകളറ്റം വരെ ഈ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിന് രക്തമുണ്ടായി അമ്മയിൽ നിന്ന് വസ്തുക്കളും പോഷകാംശവും ഊർജവും എടുത്ത ആ കുട്ടി വളർന്ന കറക്റ്റ് ദിവസം സമയമാകുമ്പോൾ ആ കുട്ടിയെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പൊക്കിൾ കൊടി മുറിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു സംവിധാനം. മനുഷ്യന് മാത്രമേ പൊക്കിൾ കൊടി ഡോക്ടർമാരോ വൈറ്റാട്ടിയോ മിഡ് വൈഫോ മുറിക്കാറുള്ളൂ. ലോകത്തിലെ മറ്റൊരു ജന്തുവിനും അതിൻ്റെ പൊക്കിൾ കൊടി ആരും മുറിക്കാറില്ല. തന്നെ താനെ മുറിക്കുകയാണ് പതിവ്, മുറിയുകയാണ് പതിവ്.
ഇപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒട്ടകം അല്ലെങ്കിൽ ജിറാഫ് അല്ലെങ്കിൽ ആന പൊക്കിൾ കൊടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുട്ടിയുടെ പൊക്കിൾ കൊടി വഴിക്കുള്ള ബന്ധം മുറിഞ്ഞില്ല എന്ന് വിചാരിക്കാം, മനുഷ്യനെ പോലെ. അപ്പം എന്താ സംഭവിക്കുക? മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം മനുഷ്യനെ മുറിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് മനുഷ്യൻ മുറിക്കുന്നു. മറ്റ് ഓരോ മൃഗത്തിനും മുറിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെത്താനെ മുറിയുന്നൊരവസ്ഥ. ഇവിടെ മനുഷ്യൻ മുറിക്കണമെന്നും അവിടെ മൃഗങ്ങൾ മുറിക്കണ്ടെന്നും തീരുമാനിച്ചത്. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ശിശു തന്നെത്താനെ അമ്മയുടെ പാല് കുടിക്കാൻ പോകുന്നു. ആ ശിശു തന്നെത്താനെ പഠിച്ചിട്ടല്ല പോകുന്നത്, തന്നെത്താനെ അതിനകത്ത് അറിവുണ്ട്. അമ്മയുടെ പാല് കുടിക്കാൻ എവിടേക്ക് പോകണം? അന്നുവരെ കാണാത്ത ലോകത്തിലെത്തിയ ഈ മൃഗങ്ങളുടെ ശിശുക്കൾ കറക്റ്റ് അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ പോകുന്ന ഒരു കാഴ്ച. ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ചിന്തിക്കാം. ആ ശിശുവിൻ്റെ ശരീരപ്രകൃതിയാണ് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ശബ്ദം മാറും, ലുക്ക് മാറും, അതിൻ്റെ ശരീരപ്രകൃതിയും ആകൃതിയും മാറും. ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അകത്തേക്കും പുറത്തേക്കും വളരാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു അണ്ഡവും ബീജവും തമ്മിൽ ചേർന്ന് ഒരു സൈഗോട്ട് അഥവാ എംബ്രിയോ ആയി മാറി ആ എംബ്രിയോ പൊക്കിൾ കൊടിയിലൂടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭപാത്രത്തിലിരുന്ന് ആ പൊക്കിൾ കൊടിയിലൂടെ ശരീരം വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങളും ഓരോ മിനറലുകളും എടുത്ത് ഊർജവും എടുത്ത് ഒരു എംബ്രിയോ ശിശുവായി മാറുന്ന കൃത്യ ദിവസം ഇത് അമ്മയുടെ ഗർഭത്തിൽ. ഇനി സമയമുണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാം. ഒരു ഫെർട്ടിലൈസ്ഡ് കോഴിമുട്ട അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോഴിമുട്ടയ്ക്കകത്ത് പുറത്ത് നിന്ന് ഒരു നിർദ്ദേശവുമില്ലാതെ ഒരു സെല്ല് ആയിട്ടുള്ള എംബ്രിയോ 19-20 ദിവസം കൊണ്ട് കോഴിക്കുഞ്ഞായി അല്ലെങ്കിൽ താറാവിൻ്റെ കുഞ്ഞായി അല്ലെങ്കിൽ കാക്കയുടെ കുഞ്ഞായിട്ട് മാറുന്ന ഒരു കാഴ്ച. ആ മുട്ടയ്ക്കകത്താണത് സംഭവിക്കുന്നത്. അതാരാ പഠിപ്പിച്ചേ? ആരാ അതിനാ അറിവ് കൊടുത്തത്? ഒരു സെല്ല് കോഴിക്കുഞ്ഞായി മാറണം. ജീവനുള്ള കോഴിയുടെ ശരീരത്തിൽ ജീവനില്ലാത്ത തൂവലുകൾ വരണം. ജീവനുള്ള കോഴിയുടെ നഖം ജീവനില്ലാത്ത മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കണം. ആ കൊക്ക്, ആ കണ്ണ് കറക്റ്റ് പൊസിഷനിൽ വരണം. ആ കൊക്കിൻ്റെ അകത്ത് നാക്കുണ്ടാവണം. അതിന് തിന്നേണ്ടത് എന്തെല്ലാമാണെന്ന് അതിനറിഞ്ഞിരിക്കണം. പുറത്തുനിന്ന് ആരും പഠിപ്പിക്കാനില്ല. അങ്ങനെ ഈ ലോകത്തിലെ അനിമൽ പ്ലാനറ്റ് എന്ന ചാനലിൽ പലപ്പോഴും വരാറുള്ള പലതരത്തിലുള്ള മൃഗങ്ങൾ, അവയെല്ലാം ഈ പ്രകൃതിയിൽ ഒരു മഹാചൈതന്യം ഇതിനെ നിയന്ത്രിക്കുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ തെളിവുകളാണ്. അറിയണം നിങ്ങൾ. ഇനിയും ചിന്തിക്കുക, ഇനിയും ചിന്തിക്കുക. ഓരോ മൃഗവും ഇണചേരുന്നത് മുതൽക്ക്, അതിൻ്റെ ബീജം അണ്ഡവുമായി ചേരുന്നത് മുതൽക്ക്, ആ ബീജവും അണ്ഡവും ചേർന്ന എംബ്രിയോ ശിശുവായി തീരുന്നത്, പുറത്തേക്ക് വരുന്നത്, അത് ജീവിക്കുന്നത്, അത് നിലനിൽക്കുന്നത് എല്ലാം അകക്കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇതാണ് ഈശ്വരൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഇതാണ് ഈശ്വരൻ എന്ന് നമ്മുടെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രണാമം, നമസ്കാരം.